ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്കിലെ 5ാമത്തെ എപ്പിസോഡാണ് യൊരിച്ചീസ് പാസ്റ്റ്. യൊരിച്ചിയുടെ പാസ്റ്റ് മാത്രമല്ല, കൊക്കുഷിബോയുടെ കൂടെ പാസ്റ്റ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഡീമൺ സ്ലെയറിന്റെ ഈ ഒരു മാങ്ക എക്സ്പ്ലനേഷൻ സീരീസ് തുടങ്ങിയിട്ട് ഇത്രത്തോളം ഡിലേ ഞാൻ ഇതുവരെ വരുത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അത് എനിക്ക് തന്നെ അറിയില്ല. അത് ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്തു വരുന്ന വൺ പീസ് ഇടയിൽ വന്നതുകൊണ്ടാവാം. അത് മാത്രമല്ല, എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പുറകിലാണ്. എത്രയൊക്കെ കണക്കുകൂട്ടലുകൾ ഉണ്ടായിട്ടും കാര്യമില്ല, അവസാനം വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ല. പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ റെഗുലർ ആയിട്ട് ഇട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ പെട്ടെന്ന് അടുത്ത എപ്പിസോഡ് ഇടണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ തുടങ്ങും. എന്നാൽ അപ്പോഴായിരിക്കും കോപ്പിറൈറ്റിന്റെയും സ്ട്രൈക്കിന്റെ ഒക്കെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. നീ ആദ്യം എന്നെ ഡീലേ എന്നിട്ട് മതി വേറെയുള്ള ജോലി എന്നൊരു ആറ്റിറ്റ്യൂഡാണ് കോപ്പിറൈറ്റിന്. അവസാനം അതൊക്കെ ഒതുക്കി തീർത്ത് വരുമ്പോഴേക്കും ടൈം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ തീർത്ത് വീഡിയോ അപ്ലോഡ് ചെയ്താലോ? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പോലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ പോകുന്ന ആൾക്കാർ എല്ലാവരും അല്ല, പക്ഷെ കുറച്ച് പേര്. അപ്പോൾ ഇതും കൂടെ കാണുമ്പോൾ ഞാൻ ഒരുപാട് ഡൗൺ ആവും. പിന്നെ നിങ്ങളുടെ കമന്റ് ഒക്കെ വായിച്ച് ഡൗൺ ആയി പോയ ചാർജ് ഒക്കെ ഒന്ന് കയറ്റിയെടുക്കണം. ഇതാണ് ഇപ്പോഴത്തെ ശരിക്കുള്ള അവസ്ഥ. ഇതുവരെ അങ്ങനെ ആയിരുന്നു. ഇനി 2025 പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ച് ഈ ഒരു വീഡിയോക്ക് ഒരു 5K ലൈക്ക് തരണം. അത് പിന്നെ അങ്ങനെയാണല്ലോ, 5K ലൈക്ക് ചലഞ്ച് എപ്പോഴും ഉണ്ട്. ലൈക്ക് കിട്ടാതാകുമ്പോൾ നമ്മൾ പതിയെ ഡൗൺ ആവുന്നതാണ്. പക്ഷേ ഈ വീഡിയോ പഴയതുപോലെയല്ല, എനിക്കറിയാം. എല്ലാവരും ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ലൈക്ക് ആയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ ചാനൽ ഒന്നുകൂടെ ഒന്ന് ഉഷാറാവും. പിന്നെ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു പോഡ്കാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, മുകളിൽ ഐ കാർഡിലും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കൊക്കുഷിബോ ഇല്ലാതാവുന്നതിന് മുമ്പ് അവന്റെ കൂടെ ജനിച്ച അവന്റെ സ്വന്തം സഹോദരൻ യൊരിച്ചിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ ഈ ലോകത്തെ ഏറ്റവും വെറുക്കപ്പെടുന്ന അവന്റെ സഹോദരനായിട്ട് കൊക്കുഷിബോ, അതായത് മിച്ചിക്കാറ്റ്സു. നമുക്കിനി കൊക്കുഷിബോയെ മിച്ചിക്കാറ്റ്സു എന്ന് പറയാം. മനുഷ്യനായിരുന്ന സമയത്ത് കൊക്കുഷിബോയുടെ പേര് മിച്ചിക്കാറ്റ്സു എന്നാണ്. മിച്ചിക്കാറ്റ്സു സുക്കിഗുനി. സോ മിച്ചിക്കാറ്റ്സു അവൻ മരിക്കുന്നതിന് മുമ്പ് അവന്റെ സഹോദരൻ യൊരിച്ചിയുടെയും പാസ്റ്റ് ആലോചിക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ട്വിൻസ് ആയിട്ട് ജനിച്ച ആൾക്കാരാണ് യൊരിച്ചിയും മിച്ചിക്കാറ്റ്സും. അന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിൽ ട്വിൻസ് ജനിച്ചാൽ അതൊരു അപശകുനമായിട്ടാണ് അന്നത്തെ ആൾക്കാർ കണ്ടത്. കൂടാതെ ജനിച്ച യൊരിച്ചിയുടെ തലയിൽ ഒരു വലിയ മാർക്കും ഉണ്ടായിരുന്നു. ഇതും കൂടെ കണ്ടപ്പോൾ യൊരിച്ചിയുടെ അച്ഛൻ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷെ തന്റെ കുഞ്ഞിനെ കൊല്ലാൻ പോകുന്നത് കണ്ട അമ്മ കൺട്രോൾ വിട്ട് ദേഷ്യപ്പെട്ടു. യൊരിച്ചിയെ കൊല്ലാൻ പോയിട്ട് തൊടാൻ പോലും സമ്മതിച്ചില്ല. ഇത്രയും ദേഷ്യത്തോടെ നിൽക്കുന്ന യൊരിച്ചിയുടെ അമ്മയെ അവർക്ക് തടയാൻ പറ്റിയില്ല. അപ്പൊ യൊരിച്ചിയുടെ അച്ഛൻ അവിടെ അവനെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു. പകരം യൊരിച്ചിക്ക് എപ്പോഴാണോ 10 വയസ്സാവുന്നത് അന്ന് യൊരിച്ചി ഒരു ടെമ്പിളിന്റെ പ്രീസ്റ്റ് ആയിട്ട് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വളർന്നു വരുമ്പോഴും ഈ ഒരു വ്യത്യാസം തുടരുന്നുണ്ട്. അപശകുനമായിട്ടുള്ള യൊരിച്ചിയുടെ ഡ്രസ്സ് വളരെ മോശം ഡ്രസ്സ്, പകരം മിച്ചിക്കാറ്റ്സുവിന്റെ ഡ്രസ്സ് ഏറ്റവും നല്ല ഡ്രസ്സ്. ഇനി അവർ തിന്നുന്ന ഫുഡിലായാൽ പോലും ഈ ഒരു വ്യത്യാസമുണ്ട്. അടുത്തത് അവരുടെ റൂം ആവട്ടെ, അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം ആവട്ടെ, എല്ലാതും യൊരിച്ചിക്ക് മാത്രം കുറവ്, മിച്ചിക്കാറ്റ്സുവിന് കൂടുതലും. ഇതിനുശേഷം മിച്ചിക്കാറ്റ്സു യൊരിച്ചിയെ കാണുമ്പോഴെല്ലാം യൊരിച്ചി അവന്റെ അമ്മയുടെ അടുത്തായിരിക്കും. പ്രത്യേകിച്ച് അവന്റെ അമ്മയുടെ ഇടത്തെ സൈഡിൽ നിന്ന് യൊരിച്ചി അവന്റെ അമ്മേനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടാണ് മിച്ചിക്കാറ്റ്സു കാണുന്നത്. ശ്രദ്ധിക്കണം, ഇടത്തെ സൈഡ്. മിച്ചിക്കാറ്റ്സുവിന്റെ സാധനങ്ങളൊന്നും യൊരിച്ചിക്ക് കൊടുക്കാൻ പാടില്ല. അവന്റെ അച്ഛനെങ്ങാനും ഇത് കണ്ടാൽ പിന്നെ തീർന്നു. അതുകൊണ്ട് മിച്ചിക്കാറ്റ്സു അവന്റെ അച്ഛൻ കാണാത്ത സമയത്ത് യൊരിച്ചിയുടെ അടുത്ത് നിന്ന് അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഫ്ലൂട്ട് യൊരിച്ചിക്ക് കൊടുത്തു. യൊരിച്ചി കുട്ടിയായിരുന്ന സമയം മുതൽ അവന്റെ 7ാമത്തെ വയസ്സ് വരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത് കാണുന്ന ആൾക്കാർ വിചാരിച്ചു യൊരിച്ചിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന്. കൂടാതെ യൊരിച്ചി ചിരിക്കുന്നത് പോലും മിച്ചിക്കാറ്റ്സു ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസം മിച്ചിക്കാറ്റ്സു അവന്റെ വാള് വീശി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ടും ഉണ്ടാക്കാതെ ഒരു പ്രത്യേക രീതിയിൽ യൊരിച്ചി അവന്റെ പുറകിൽ വന്ന് നോക്കി നിന്നു. ഇത് കണ്ട മിച്ചിക്കാറ്റ്സുവിനാവട്ടെ യൊരിച്ചി എന്നത്തെയും പോലെയല്ല, ഇന്ന് അവനെന്ത് വ്യത്യാസമുണ്ട് എന്ന കാര്യം മനസ്സിലായി. അപ്പൊ പെട്ടെന്ന് യൊരിച്ചി മിച്ചിക്കാറ്റ്സുവിനോട്, ബ്രദർ, നിന്റെ ആഗ്രഹം ഒരു സാമുറായി ആവാനാണോ എന്ന് പറഞ്ഞ് യൊരിച്ചി ചോദിക്കുമ്പോൾ ഇത് കേട്ട മിച്ചിക്കാറ്റ്സു ഒരു നിമിഷത്തേക്ക് ഷോക്കായി. കാരണം തന്റെ 7ാമത്തെ വയസ്സ് വരെ യൊരിച്ചി സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കാത്തൊരുത്തും പെട്ടെന്ന് കയറി സംസാരിച്ചപ്പോൾ മിച്ചിക്കാറ്റ്സുവിന്റെ ശ്വാസം നിന്നുപോയി കുറച്ചു നേരത്തേക്ക്. എന്നിട്ട് യൊരിച്ചി എനിക്കൊരു സാമുറായി ആണോന്ന് പറഞ്ഞ് മിച്ചിക്കാറ്റ്സുവിനെ നോക്കി ചിരിക്കും. അവൻ ചിരിക്കുന്ന കണ്ട മിച്ചിക്കാറ്റ്സുവിന് ഒരുമാതിരി വിയേഡായിട്ട് തോന്നി. ചിലപ്പോൾ ഇത്രയും കാലം ചിരിക്കാത്തൊരുത്തൻ ചിരിച്ചതുകൊണ്ടായിരിക്കും. അപ്പൊ മിച്ചിക്കാറ്റ്സു അമ്മയെ കാണുമ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്ന ഒരു പയ്യൻ, ഒരു പ്രീസ്റ്റ് ആവാൻ നിൽക്കുന്ന ഒരു പയ്യൻ, ഒരു പാവം പിടിച്ച പയ്യൻ. ഇങ്ങനെയുള്ള ഒരു പയ്യൻ ഒരിക്കലും ഒരു സാമുറായി ആവാൻ പറ്റില്ല എന്നൊരു ചിന്തയാണ് മിച്ചിക്കാറ്റ്സുവിന് അപ്പോൾ ഉള്ളത്. തുടർന്നൊരു ദിവസം മിച്ചിക്കാറ്റ്സു സോഡ് കൊണ്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് യൊരിച്ചി വന്ന് എനിക്കും സോഡ് കൊണ്ട് ട്രെയിനിങ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ മിച്ചിക്കാറ്റ്സുവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആള് യൊരിച്ചിക്ക് ഒരു സോഡ് കൊടുത്തു, ഒരു വുഡൻ സോഡ്. എന്നിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൊരിച്ചിക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം അയാൾ യൊരിച്ചിയോട് തന്നെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു. ഇത് കേട്ട യൊരിച്ചി അടുത്ത സെക്കൻഡില് അയാളെ ഒരു മാതിരി അടി സോഡ് അടിച്ച് അയാളെ താഴെ ഇട്ടു. മിച്ചിക്കാറ്റ്സു വരെ വാ പൊളിച്ചു നിന്ന് പോകും. കാരണം ഇതുവരെ കൈകൊണ്ട് സോഡ് തൊടാത്തൊരുത്തൻ ആ സോഡ് കിട്ടിയ ഉടനെ ഒരുത്തൻ അടിച്ച് താഴെ ഇട്ടു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കൂടാതെ ഇതുവരെ ആയിട്ടും മിച്ചിക്കാറ്റ്സുവിന് ഒരു അറ്റാക്ക് പോലും അയാൾക്കെതിരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് യൊരിച്ചി ഇതുപോലെ ചെയ്തു വെച്ചത്. ഇതിനുശേഷം യൊരിച്ചി അവിടെ സാമുറായി ആവണമെന്നുള്ള അവന്റെ ആഗ്രഹം വിട്ടുകളഞ്ഞു. കാരണം അവൻ മൂലം ഒരാൾക്ക് അപകടം സംഭവിക്കാൻ പാടില്ല. അവനൊരാളെ വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി തന്റെ ആഗ്രഹം
ആഗ്രഹം യുരിച്ചി വേണ്ടെന്ന് വെച്ചു. ശേഷം മിച്ചിക്കാർസ് യുരിച്ചിയോട് നീ ഇത് എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ യുരിച്ചി അവനോട് പറഞ്ഞത് അത് ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവരുടെ ലങ്സ് വലുതാവും, കൂടാതെ അവരുടെ മൂവ്മെന്റ്സ്, അവരുടെ ബ്ലഡ് ഫ്ലോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അറ്റാക്ക് ചെയ്താൽ മതി. ഇത് കേട്ട മിച്ചിക്കാർസുവിന് അവിടെ ഇവനെന്ത് തേങ്ങയായി പറയുന്നേ, ആൾക്കാരുടെ ലങ്സ് ഒക്കെ എങ്ങനെ കാണാൻ പറ്റുന്നേ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ടു പോയി. കാരണം യുരിച്ചിക്ക് അന്ന് മുതലേ ആൾക്കാരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇതുവരെ ട്രെയിനിങ് ചെയ്തിട്ടില്ലെങ്കിലും യുരിച്ചിക്ക് അന്ന് മുതലേ ഒരു പവർഫുൾ ആയിട്ടുള്ള ഫിസിക് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി എടുക്കുന്ന മിച്ചിക്കാർസുവിനെ ഇത്രയും നാളും വിചാരിച്ചു വെച്ചിരുന്ന ഒരു പാവം പയ്യൻ, ഒന്നും മിണ്ടാത്ത പയ്യൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണ മിച്ചിക്കാർസുവിന് മാറി. യുരിച്ചി അവനേക്കാൾ പവർഫുൾ ആണെന്ന് അവന് മനസ്സിലായി. അപ്പൊ യുരിച്ചി മിച്ചിക്കാർസുവിനോട് പറയുന്നത് എന്താണ്, അവന്റെ കൂടെ ഗെയിം കളിക്കണം, ബ്രദറിന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കണം. അതായത് സോഡിന്റെ കാര്യം പറയുമ്പോൾ, ഫൈറ്റിന്റെ കാര്യം പറയുമ്പോൾ യുരിച്ചിക്ക് പെട്ടെന്ന് ബോറടിക്കും. അവൻ അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ മിച്ചിക്കാർസുവിന് നേരെ തിരിച്ചാണ്. യുരിച്ചിയുടെ അത്ര പവർ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് മിച്ചിക്കാർസുവിന്. ശേഷം യുരിച്ചിയുടെ അച്ഛൻ യുരിച്ചി ചെയ്ത കാര്യം അറിഞ്ഞു. ഒരാളെ, അതും സോഡ് പഠിപ്പിക്കുന്ന ഒരാളെ യുരിച്ചി പെട്ടെന്ന് തന്നെ അടിച്ചിട്ടു. ഈ കാര്യം എല്ലാവരും അറിഞ്ഞതോടെ ഇത്രയും ദിവസം മിച്ചിക്കാർസുവിന് കിട്ടിക്കൊണ്ടിരുന്ന പരിഗണന മുഴുവൻ യുരിച്ചിയുടെ അടുത്തേക്ക് വന്നു. അതായത് യുരിച്ചിക്ക് ഉണ്ടായിരുന്ന റൂം, അവന്റെ ഡ്രസ്സ്, അവന് കൊടുത്തിരുന്ന ഫുഡ്, അവന് ഇല്ലാതിരുന്ന എഡ്യൂക്കേഷൻ എല്ലാം മിച്ചിക്കാർസുവിലേക്ക് മാറി. ഇനി 10 വയസ്സാകുമ്പോൾ ടെമ്പിളിലേക്ക് പ്രീസ്റ്റ് ആയിട്ട് പോകേണ്ടത് മിച്ചിക്കാർസുവാണ്. തുടർന്നൊരു ദിവസം രാത്രി ഇങ്ങനെ പോയാൽ തനിക്ക് സാമുറായി ആവാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ച് കിടന്നുകൊണ്ടിരുന്ന മിച്ചിക്കാർസുവിന്റെ അടുത്തേക്ക് രാത്രി യുരിച്ചി വന്ന് അവരുടെ അമ്മ മരിച്ചുപോയി എന്നുള്ള കാര്യം പറയുന്നു. കൂടാതെ യുരിച്ചി അന്ന് രാത്രി തന്നെ പ്രീസ്റ്റ് ആവാൻ വേണ്ടി ടെമ്പിളിലേക്ക് പോവാണെന്നും പറയും. കാരണം യുരിച്ചിക്ക് സാമുറായി ഒന്നും ആവണ്ട, അവൻ ആദ്യമേ പ്രീസ്റ്റ് ആവാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോകാൻ നിൽക്കുന്നത്. എന്നിട്ട് മിച്ചിക്കാർസു യുരിച്ചിക്ക് കൊടുത്ത ഫ്ലൂട്ട് കയ്യിലെടുത്ത് ഇതെനിക്ക് തന്നതിന് നന്ദിയുണ്ട് ബ്രദർ, ഞാൻ എത്ര ദൂരത്താണെങ്കിലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ് മിച്ചിക്കാർസുവിനെ നോക്കി ചിരിച്ചിട്ടാണ് യുരിച്ചി അവിടെ നിന്ന് പോയത്. എന്നാൽ മിച്ചിക്കാർസുവിനവിടെ യുരിച്ചി കാണിച്ചു ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവൻ ചിരിച്ചാൽ ചിരി പോലും ഇഷ്ടപ്പെട്ടില്ല. ഇവനെന്തിനാ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നൊരു ചിന്തയാണ് മിച്ചിക്കാർസുവിന്. യുരിച്ചി എത്രത്തോളം പാവമാണോ അതിന്റെ നേരെ തിരിച്ചാണ് മിച്ചിക്കാർസു. ഇതിനുശേഷം യുരിച്ചി പോയി കഴിഞ്ഞിട്ടാണ് മിച്ചിക്കാർസുവിന് അവന്റെ അമ്മയുടെ ഡയറി കിട്ടുന്നത്. തുടർന്ന് മിച്ചിക്കാർസു ഡയറി വായിച്ചു നോക്കുമ്പോഴാണ് അവൻ എല്ലാ കാര്യവും മനസ്സിലായത്. യുരിച്ചി അന്ന് തന്നെ വീട് വിട്ട് പോകാൻ കാരണം അവരുടെ ഫാമിലിയിലെ അടുത്ത സക്സസർ ആയിട്ട് മാറ്റാനിരുന്നത് യുരിച്ചിയാണ്. പക്ഷെ യുരിച്ചിക്ക് അവന്റെ ബ്രദർ ആവുന്നതാണ് താല്പര്യം. അതുകൊണ്ട് അവന്റെ ബ്രദറിന് വേണ്ടി ആ സ്ഥാനം മാറ്റി വെച്ചിട്ടാണ് യുരിച്ചി പോയത്. കൂടാതെ അവരുടെ അമ്മയ്ക്ക് ഒരു അസുഖമുള്ള കാര്യം യുരിച്ചിക്ക് നേരത്തെ അറിയാം. അതായത് അവരുടെ അമ്മ മരിക്കുമെന്ന് യുരിച്ചിക്ക് നേരത്തെ അറിയാം. അവരുടെ അമ്മയുടെ ഇടത്തെ സൈഡിൽ ഒരു ചെറിയ വേദന, ഒരു ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. അതാണ് മിച്ചിക്കാർസു എപ്പോൾ നോക്കുമ്പോഴും യുരിച്ചി അവന്റെ അമ്മയുടെ ഇടത്തെ സൈഡിൽ കെട്ടിപ്പിടിക്കുന്നത്. കാരണം അവന്റെ അമ്മയുടെ ഡിസ്കംഫർട്ട് അറിയുന്ന യുരിച്ചി അവന്റെ അമ്മയുടെ ആ അസ്വസ്ഥത മാറാൻ വേണ്ടി പോയി കെട്ടിപ്പിടിക്കുന്നതാണ്. സോ മിച്ചിക്കാർസുവിനെ അറിയുന്നതിന് മുമ്പ് എല്ലാ കാര്യവും യുരിച്ചിക്ക് നേരത്തെ അറിയാം. അവന്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് യുരിച്ചി ഇത്രയും കാലം അവിടെ പിടിച്ചു നിന്നത്. ശേഷം അവന്റെ അമ്മ മരിച്ചതിനെ തുടർന്ന് അവന്റെ ബ്രദറിനെ അടുത്ത് സക്സസർ ആക്കാൻ വേണ്ടി യുരിച്ചി അവന്റെ സ്ഥാനം വിട്ടുകൊടുത്തു വന്നു. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആ ഡയറി വായിച്ച് മനസ്സിലാക്കുന്ന മിച്ചിക്കാർസുവിന് യുരിച്ചിയെ കൊല്ലാനുള്ള ദേഷ്യം വരും. അവനോട് അസൂയായി. അങ്ങനെ മിച്ചിക്കാർസു അവനെ മുഴുവനായിട്ട് വെറുത്തു. യുരിച്ചി മരിച്ചു പോയാലും ഇനി മിച്ചിക്കാർസുവിന് ഒരു പ്രശ്നമില്ല, ദൈവം ഉണ്ടെങ്കിൽ എന്തായാലും ഈ കാര്യം നടക്കും എന്നൊരു രീതിയിൽ വരെ മിച്ചിക്കാർസു എത്തി. ഇപ്പൊ അവിടെ നിന്ന് ടെമ്പിളിലേക്ക് പോയ യുരിച്ചി ടെമ്പിളിലേക്ക് പോകുന്നില്ല. കാരണം യുരിച്ചി ടെമ്പിളിലേക്കാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അവൻ പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് അടുത്ത സക്സസർ ആക്കാൻ വേണ്ടി യുരിച്ചിയെ എന്തായാലും അവന്റെ അച്ഛൻ വിളിച്ചുകൊണ്ട് വരും. ഇതൊക്കെ മനസ്സിലാക്കുന്ന യുരിച്ചി അവിടെ ടെമ്പിളിലേക്ക് പോയില്ല. ഇപ്പൊ യുരിച്ചി ടെമ്പിളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വിവരം മിച്ചിക്കാർസു പറഞ്ഞു. ടെമ്പിളിലേക്ക് എത്താതെ അവൻ എവിടേക്ക് പോയി, ഇനി അവനെ വല്ല കരടിയും കടിച്ചു തന്നോ എന്ന് പറഞ്ഞ് മിച്ചിക്കാർസു ചിന്തിക്കുന്നു. അങ്ങനെ യുരിച്ചിയെ കാണാതെ മിച്ചിക്കാർസു ഒരുപാട് വർഷം ജീവിച്ചു. ഒരു കല്യാണം കഴിച്ചു, അതുപോലെ അവന് കുട്ടികളുണ്ടായി. തുടർന്ന് ഒരു ദിവസം മിച്ചിക്കാർസു ഡീമൺസിനൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് യുരിച്ചി വന്ന് അവിടെയുള്ള എല്ലാ ഡീമൺസിനെയും ഒരേ സ്ലാഷിൽ തീർത്ത് കളഞ്ഞു. മിച്ചിക്കാർസു അത്രയും കഷ്ടപ്പെട്ട് കൊന്നുകൊണ്ടിരുന്ന ഡീമൺസിനെ യുരിച്ചി ഒരേ ഒരു അറ്റാക്കിൽ തീർത്ത് കണ്ടപ്പോൾ മിച്ചിക്കാർസു അത്ഭുതപ്പെട്ടു. അതിൽ മാത്രമല്ല അത്ഭുതം, യുരിച്ചി എവിടെ നിന്ന് വന്നു അതും മിച്ചിക്കാർസുവിന് അറിയില്ല. ഇത്രയും കാലം എവിടെയായിരുന്നു? അപ്പൊ അവിടേക്ക് വന്ന യുരിച്ചി മിച്ചിക്കാർസുവിനോട് ഞാൻ ആദ്യമേ വന്ന് ഈ വിറ്റങ്ങളെയൊക്കെ കൊന്നു കളയേണ്ടതായിരുന്നു, തെറ്റെന്റെ ഭാഗത്താണ്, ക്ഷമിക്ക് ബ്രദർ എന്ന് പറഞ്ഞ് യുരിച്ചി മിച്ചിക്കാർസുവിന്റെ മുന്നിൽ മുട്ടുമടക്കി സോറി പറഞ്ഞു. അതുകൊണ്ട് മിച്ചിക്കാർസു ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരുത്തൻ എന്നോട് എന്തിനു സോറി പറയുന്നത്? ഇവനെ പോലെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ ആവാനായിരുന്നു എന്റെ ആഗ്രഹം. ഇനി അങ്ങനെയുള്ള ഒരു സ്പോർട്സ്മാൻ ആവണം എനിക്ക് എന്ന് പറഞ്ഞ മിച്ചിക്കാർസു അവന്റെ കുടുംബത്തിനെയും അവന്റെ കുട്ടികളെയും ഭാര്യയും എല്ലാവരെയും ഒഴിവാക്കി എന്നിട്ട് യുരിച്ചിയുടെ കൂടെ ഒരു സാമുറായി ആവാൻ വേണ്ടി പോകുന്നു. അന്ന് യുരിച്ചി ടെമ്പിളിലേക്കാണെന്ന് പറഞ്ഞ് എവിടേക്കാണ് പോയതെന്ന് വെച്ചാൽ അച്ഛൻ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു മനസ്സിലാക്കി യുരിച്ചി ടെമ്പിളിലേക്ക് പോവാതെ ലോകം ചുറ്റാൻ വേണ്ടി പോകും. ഏകദേശം രാത്രി മുതൽ രാവിലെ വരെ യുരിച്ചി നിൽക്കാതെ ഓടി. എന്നിട്ടും അവൻ തളർന്നില്ല. അങ്ങനെ യുരിച്ചി അവസാനം ഒരു സ്ഥലത്തെത്തി. അവിടെ വെച്ചാണ് അവൻ ഊട്ട എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയത്. ഊട്ടയ്ക്ക് ഫാമിലി എന്ന് പറയാൻ ആരുമില്ല. അവളുടെ ഫാമിലി മുഴുവൻ ഒരു അസുഖം വന്ന് മരിച്ചുപോയി. അപ്പൊ അവൾക്ക് വേണ്ടി ഊട്ട പാടത്ത് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ജോലി ചെയ്യാൻ തുടങ്ങിയ ഊട്ട അവസാനം സൂര്യൻ മറയുന്നത് വരെ അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവളെ നോക്കിക്കൊണ്ട് അവിടെ യുരിച്ചിയും അവളോട് വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് യുരിച്ചി ചോദിക്കുമ്പോൾ അവൾക്ക് അവിടെ കാത്തിരിക്കാൻ പ്രത്യേകിച്ച് ആരുമില്ലല്ലോ, അതുകൊണ്ട് അവൾ പോകുന്നില്ല എന്ന് പറയും. അത് കേട്ട യുരിച്ചി എന്നാ ഞാൻ നിന്റെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്നു. അത് കേട്ട ഊട്ടയുടെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ യുരിച്ചിയും ഊട്ടയും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. അവൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഊട്ടയിൽ നിന്ന് യുരിച്ചി പഠിച്ചു. അതുപോലെ യുരിച്ചിക്ക് ഒരു ബോഡിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ഊട്ടയോട് പറഞ്ഞപ്പോൾ അവൾക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൾക്ക് അങ്ങനെയുള്ള ഒരു കാര്യം അറിയില്ല. അപ്പൊ യുരിച്ചിക്ക് മനസ്സിലായി അവന് ഒരാളുടെ ബോഡിയിലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ ബാക്കിയുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റില്ല എന്ന്. അങ്ങനെ 10 വർഷം യുരിച്ചി ഊട്ടയുടെ കൂടെ താമസിച്ചു. എന്നിട്ട് യുരിച്ചി ഊട്ടയെ കല്യാണം കഴിച്ചു. അവൾ പ്രഗ്നന്റുമായി. ശേഷം അവരുടെ കുട്ടി ജനിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി യുരിച്ചി ഒരു ലേഡിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. എന്നിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വരാന്ന് പറഞ്ഞ് യുരിച്ചി വീട് വിട്ട് ഇറങ്ങി. എന്നാൽ യുരിച്ചിക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വീട്ടിലേക്ക് എത്താൻ പറ്റിയില്ല. അവൻ ഒരാളെ സഹായിക്കേണ്ടി വന്നു. അങ്ങനെ രാത്രി പെട്ടെന്ന് തന്നെ യുരിച്ചി വീട്ടിലേക്ക് എത്തി. എന്നിട്ട് അവൻ നോക്കുമ്പോൾ കാണുന്നത് ഊട്ടയെ അവളുടെ ഉള്ളിലുള്ള കുട്ടിയും ചേർത്ത് ഒരു ഡീമൺ കൊന്നു കളഞ്ഞു. ഇത് കണ്ട യുരിച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നല്ല, അവന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയായിരുന്നു. ആ വേദന
ഇതിനേൽ യുരിച്ചി ഏകദേശം 10 ദിവസത്തോളം അവന്റെ ഭാര്യയുടെ ബോഡി കെട്ടിപ്പിടിച്ചിരുന്നു. അവസാനം ഒരു ഡീമന്റെ പുറകെ വന്ന ഒരു സോർട്സ്മാൻ ആണ് യുരിച്ചിയെ കണ്ടത്. അവന്റെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ സോർട്സ്മാൻ അവന്റെ ഭാര്യയെ അടക്കണമെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് യുരിച്ചി അവന്റെ ഭാര്യയുടെ ബോഡി അടക്കിയതിനു ശേഷം ഇത്രയും നല്ലൊരു ലോകത്ത് ഡീമൺസ് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് യുരിച്ചി ഡീമൺസിനെ തടയാൻ വേണ്ടി ഡീമൺ സ്ലെയർ കോർപ്പിലേക്ക് ചേർന്നു. എന്നാൽ അപ്പോൾ ഉണ്ടായിരുന്ന ഡീമൺ സ്ലേയേഴ്സിനൊന്നും ഈ ബ്രീത്തിങ് സ്റ്റൈൽ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് യുരിച്ചിക്ക് അറിയുന്ന ബ്രീത്തിങ് സ്റ്റൈൽ അവൻ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആരെ കൊണ്ടും സൺ ബ്രീത്തിങ് പഠിക്കാൻ പറ്റിയില്ല. കാരണം സൺ ബ്രീത്തിങ് എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആണ്. അത് ആരെ കൊണ്ടും പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ് എന്ത് ചെയ്തു, അവരുടെ ബ്രീത്തിങ്ങിൽ ചെറിയ മാറ്റം വരുത്തി അവർക്കായിട്ട് പുതിയൊരു ബ്രീത്തിങ് സ്റ്റൈൽ ഉണ്ടാക്കി. ഈ ഒരു സമയത്ത് തന്നെയാണ് യുരിച്ചി വീണ്ടും മിച്ചിക്കാറ്റ്സുവിനെ കണ്ടുമുട്ടുന്നതും അവൻ അറിയുന്ന കാര്യങ്ങൾ അവൻ മിച്ചിക്കാറ്റ്സുവിന് പറഞ്ഞു കൊടുക്കുന്നതും. പക്ഷേ യുരിച്ചിയുടെ സൺ ബ്രീത്തിങ് മിച്ചിക്കാറ്റ്സുവിനെ കൊണ്ടും പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മിച്ചിക്കാറ്റ്സു അവന്റെ ബ്രീത്തിങ് സ്റ്റൈലിന് മൂൺ ബ്രീത്തിങ് എന്ന് പേര് കൊടുത്തു. അങ്ങനെ അന്നുണ്ടായിരുന്ന എല്ലാ ഡീമൺ സ്ലേയേഴ്സും ചേർന്ന് ഒരുപാട് ഡീമൺസിനെ കൊന്നു. അങ്ങനെ അവർക്ക് എല്ലാവർക്കും പതിയെ പതിയെ ഡീമൺ സ്ലെയർ മാർക്ക് വരാൻ തുടങ്ങി. ആദ്യമൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നെങ്കിലും പതുക്കെ ഡീമൺ സ്ലെയർ മാർക്ക് വന്ന എല്ലാ ഡീമൺ സ്ലേയേഴ്സും മരിച്ചു തുടങ്ങി. ഇത് കാണുന്ന മിച്ചിക്കാറ്റ്സുവിനും പേടിയായി, കാരണം അവനും മരിക്കുമല്ലോ. ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം യുരിച്ചി ഡീമൺസിന്റെ ഒക്കെ കിങ് മൂസാനെ നേർക്ക് നേരെ കണ്ടുമുട്ടുന്നത്. അപ്പൊ മൂസാനെ കാണുന്ന യുരിച്ചി അവിടെ എനിക്ക് മനസ്സിലായി, ഈ ലോകത്തിലേക്ക് ഞാൻ ജനിച്ചത് ഇവനെ കൊല്ലാൻ വേണ്ടിയാണ് എന്നിങ്ങനെ യുരിച്ചി ചിന്തിക്കുമ്പോൾ മൂസാൻ അവിടെ അവന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഒരു സാധാ ഡീമൺ സ്ലെയർ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. എന്നിട്ട് മൂസാൻ സിമ്പിൾ ആയിട്ട് യുരിച്ചിയെ കൊല്ലാന്ന് വിചാരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ യുരിച്ചി മൂസാനെ സീ ത്രൂ വേൾഡിലൂടെ കാണുന്നു. അങ്ങനെ അവൻ മൂസാന്റെ 7 ഹാർട്ടും 5 ബ്രെയിനും കണ്ടു. എന്നിട്ട് ഒട്ടും സമയം കളയാതെ അടുത്ത സെക്കൻഡിൽ യുരിച്ചി സൺ ബ്രീത്തിങ് യൂസ് ചെയ്ത് മൂസാനെ പല കഷ്ണങ്ങളാക്കി വെട്ടി. അപ്പം മൂസാന്റെ മുറിഞ്ഞ തല താഴെ വീഴാൻ പോകുമ്പോൾ മൂസാൻ അത് അവന്റെ മുറിഞ്ഞുപോയ 2 കൈ കൊണ്ടും പിടിച്ചു നിർത്തും. ഇതോടെ ഈ ഫൈറ്റ് ഇവിടെ തീർന്നു. ഒരേയൊരു സ്ട്രൈക്കിൽ യുരിച്ചി ഇത്രയും ബിൽഡപ്പ് കൊടുത്തു വന്ന മൂസാനെ വെട്ടി കണ്ടിച്ചു കളഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം മൂസാൻ സൺലൈറ്റ് അല്ലാതെ പേടിച്ചത് യുരിച്ചിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം മൂസാന്റെ അടുത്ത് വന്ന് യുരിച്ചി, നിനക്ക് ജീവന്റെ വില എന്താണെന്ന് അറിയോ? ഒരു മനുഷ്യന്റെ ജീവനെ നിനക്ക് അത്രേ വിലയുള്ളൂ എന്ന് പറഞ്ഞ് യുരിച്ചി ചോദിക്കുമ്പോൾ മൂസാന് പറയാനാവില്ല. മൂസാൻ പേടിച്ചില്ലാണ്ടായി. ഇപ്പൊ യുരിച്ചി വെട്ടിയ ഭാഗത്തൊന്നും മൂസാന് റീജനറേറ്റ് ആവുന്നില്ല. കാരണം യുരിച്ചിയുടെ അത്രയും പ്യൂർ ആയിട്ടുള്ള സൺ ബ്രീത്തിങ് ആണ്. കൂടാതെ റെഡ് ആയിട്ടുള്ള ബ്ലേഡ് കൊണ്ടാണ് വെട്ടിയിട്ടിയത്. അതുകൊണ്ട് മൂസാൻ അവന്റെ ബോഡി റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യുരിച്ചിയുടെ അടുത്ത് നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ മൂസാൻ അവന്റെ ബോഡി 1800 കഷ്ണമാക്കി പൊട്ടിത്തെറിപ്പിച്ചു. എന്നാൽ യുരിച്ചി അതിനെ വിടുവോ? ഇല്ല. അതിലെ 1500 പീസിന് യുരിച്ചി വെട്ടി. ബാക്കി ഉണ്ടായിരുന്ന പീസുകൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുട്ടി പീസുകളാണ്. അതുകൊണ്ട് മാത്രം ആ പീസ് രക്ഷപ്പെട്ടു. അങ്ങനെ അതിൽ നിന്ന് ഇപ്പൊ കാണുന്ന മൂസാൻ ഉണ്ടായി. ആ ചെറിയ പീസുകൾ അല്ലായിരുന്നെങ്കിൽ മൂസാൻ അന്നേ തീരേണ്ടതായിരുന്നു. ഇപ്പൊ അവിടെ നേരത്തെ മൂസാന്റെ കൂടെ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഒരു ലേഡി ഡീമൺ. അത് ആരാണെന്ന് വെച്ചാൽ ലേഡി ടമായോ. സോ ലേഡി ടമായോ യുരിച്ചിയുടെ കാലം മുതലേ ഉണ്ടായിരുന്ന ഡീമൺ ആണ്. അപ്പൊ മൂസാൻ രക്ഷപ്പെട്ടു പോയത് കൊണ്ട് ടമായോ പറയും, ക്ലോസ് ആയിരുന്നു, അത് വളരെ ക്ലോസ് ആയിരുന്നു, അവൻ മരിക്കേണ്ടതായിരുന്നു, പക്ഷെ അവൻ രക്ഷപ്പെട്ടു പോയി ഛേ എന്ന് പറഞ്ഞ് ടമായോ മൂസാൻ മരിക്കണം എന്ന് പറയാണ്. എന്നിട്ട് ടമായോ മൂസാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ യുരിച്ചിക്ക് പറഞ്ഞു കൊടുക്കും. മൂസാനാണ് ഡീമൺസിനെയൊക്കെ ഉണ്ടാക്കിയത്, മൂസാനാണ് ഡീമൺസിന്റെ കിങ്, അതുപോലെ ഇനി നിങ്ങൾ മരിക്കാതെ മൂസാൻ ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല. ഇത് കേട്ട് കഴിയുമ്പോൾ യുരിച്ചി ടമായോയെ മാത്രം വെറുതെ വിടും. കാരണം ടമായോ മൂസാനെതിരെയാണ് സംസാരിക്കുന്നത്. അതുപോലെ മൂസാനെ കുറിച്ച് ഒരുപാട് കാര്യം ടമായോയ്ക്ക് അറിയാം. അതൊക്കെ ടമായോ യുരിച്ചിക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ടമായോയെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ച് യുരിച്ചി ടമായോയെ വെറുതെ വിട്ടു. ഇതിനുശേഷം തിരിച്ചു വരുന്ന യുരിച്ചിയോട് ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ് പറയും, മിച്ചിക്കാറ്റ്സു കൊക്കുഷിബു എന്ന് പറയുന്ന ഒരു ഡീമൺ ആയിട്ട് മാറി എന്ന് പറഞ്ഞ എല്ലാ ഡീമൺ സ്ലേയേഴ്സും ചേർന്ന് യുരിച്ചിയെ കുറ്റപ്പെടുത്തും. കാരണം മൂസാനെ കൊല്ലാൻ പറ്റിയില്ല. അതുപോലെ ടമായോയെ രക്ഷപ്പെടാൻ സമ്മതിച്ചു. ഇതിനൊക്കെ പുറമെ അവന്റെ സ്വന്തം ബ്രദർ ഒരു ഡീമൺ ആയിട്ട് മാറി. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അവിടെയുള്ള ഡീമൺ സ്ലേയേഴ്സ് യുരിച്ചിയോട് അവൻ സ്വയം മരിക്കണം എന്ന് പറയും. എന്നാൽ അപ്പോൾ ഉണ്ടായിരുന്ന ഡീമൺ സ്ലേയർ കോപ്സിന്റെ മാസ്റ്റർ യുരിച്ചിയോട് അവിടുന്ന് പോകാനായിട്ട് മാത്രം ആവശ്യപ്പെട്ടു. തുടർന്ന് യുരിച്ചി അവിടെ നിന്ന് അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സുമിയോഷി കമാഡോയുടെ അടുത്തേക്ക് എത്തി. ഈ സുമിയോഷിക്ക് ഒരു ഭാര്യയുണ്ട്, സുയാക്കോ, അതുപോലെ ഒരു കുട്ടിയുണ്ട്. സുമിയോഷി കമാഡോ എന്ന് പറയുന്നത് ആരാണെന്ന് മനസ്സിലായില്ലേ? ടാൻജിറോയുടെ പൂർവികൻ. ഇപ്പൊ സുമിയോഷിയുടെ അടുത്തേക്ക് എത്തി യുരിച്ചി തുടക്കം മുതൽ ഇപ്പൊ മൂസാൻ രക്ഷപ്പെട്ടത് വരെയുള്ള കഥ പറഞ്ഞു കൊടുക്കും. ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചത് ഈ ലോകത്തിലേക്ക് ഞാനൊരു സ്പെഷ്യൽ പവറുമായിട്ട് ജനിച്ചത് മൂസാനെ കൊല്ലാൻ വേണ്ടി ആയിരിക്കുമെന്ന. പക്ഷേ ഞാനതിൽ തോറ്റുപോയി. അവസാനം എനിക്ക് അവനെ കൊല്ലാൻ പറ്റിയില്ല. ഇത് കാരണം ഒരുപാട് പേര് ഇനി മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് യുരിച്ചി സങ്കടത്തോടെ പറയുമ്പോൾ ഇത് കേട്ട് സുമിയോഷിക്കും സങ്കടം വരുന്നുണ്ട്. കാരണം ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് യുരിച്ചി ഇവിടേക്ക് എത്തിയത്. അത് മാത്രമല്ല ടാൻജിറോ എത്രമാത്രം പാവമാണോ അതുപോലെയാണ് സുമിയോഷി. ഇപ്പൊ യുരിച്ചി സങ്കടത്തിലിരിക്കുമ്പോൾ അവനോട് സുമിയോഷിക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നില്ല. അപ്പൊ സുമിയോഷിയുടെ ചെറിയ മകൾ വന്ന് യുരിച്ചിയുടെ കിമോണോയിൽ പിടിച്ചു വലിച്ച് അവളെ എടുക്കാൻ വേണ്ടി പറയും. അത് കണ്ട് യുരിച്ചി ആ ചെറിയ കുട്ടിയെ എടുത്തു. അപ്പൊ യുരിച്ചി എടുത്തതുകൊണ്ട് ആ കുട്ടി ഒന്ന് ചിരിക്കും. അത് കാണുന്ന യുരിച്ചിക്ക് അവിടെ അവന്റെ ഇത്രയും നാളത്തെ ഇമോഷൻ കണ്ണീരായിട്ട് പുറത്തേക്ക് വരും. അവന്റെ മുഴുവൻ സങ്കടവും യുരിച്ചി ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർക്കും. ഇത്രയും നാൾ യുരിച്ചിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ വേദന അതൊക്കെ കണ്ണീരായിട്ട് പോയി. അപ്പൊ യുരിച്ചി കരയുന്നത് കണ്ട് സുമിയോഷിയുടെ ഭാര്യ വന്ന് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് യുരിച്ചിയുടെ ഫൈറ്റിംഗ് സ്റ്റൈലൊക്കെ കാണിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് യുരിച്ചി ഒന്നുപോലും തിരിച്ചു പറയാതെ അവർക്ക് വേണ്ടി ആ സൺ ബ്രീത്തിങ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് കാണുന്ന സുമിയോഷിക്കും ആ സൺ ബ്രീത്തിങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് അത്രയും ബ്യൂട്ടിഫുൾ ആണെന്നാണ് സുമിയോഷി പറയുന്നത്. ഇങ്ങനെയാണ് കമാഡോ ഫാമിലി ഹിനോകാമി കാഗുറ പഠിച്ചത്, അതായത് സൺ ബ്രീത്തിങ്. ശേഷം യുരിച്ചി അവിടുന്ന് പോകുന്നതിന് മുമ്പ് അവന്റെ കാതിലുണ്ടായിരുന്ന ഹനാഫുഡ ഇയറിംഗ്, അവന്റെ അമ്മ അവൻ അത്രയും സ്പെഷ്യൽ ആയിട്ട് കൊടുത്ത ഹനാഫുഡ ഇയറിംഗ് അത് സുമിയോഷിക്ക് കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നു. യുരിച്ചിയുടെ ചെറുപ്പത്തിൽ അവനൊന്നും സംസാരിക്കാത്തത് കൊണ്ട് എല്ലാവരും വിചാരിച്ചു അവന് ചെവിയും കേൾക്കില്ലാന്ന്. അതുകൊണ്ട് അവന്റെ കേൾവി ശരിയാൻ വേണ്ടിയാണ് അവന്റെ അമ്മ ആ ഹനാഫുഡ ഇയറിംഗ് അവൻ ഇട്ട് കൊടുത്തത്. അങ്ങനെ അതിപ്പോ കമാഡോ ഫാമിലിക്ക് കിട്ടി. അങ്ങനെ
അങ്ങനെ അത് കൈമാറി ഇപ്പൊ ടാഞ്ചിറോയുടെ അടുത്തെത്തി. ഇപ്പൊ സുമിയോഷിക്ക് സൺ ബ്രീത്തിങ് കൈമാറ്റം ചെയ്ത് അവിടുന്ന് പോയതിനു ശേഷം പിന്നെ യൊരീച്ചിയെ കാണിക്കുന്നത് അവന്റെ 80ാമത്തെ വയസ്സിലാണ്. 80 വയസ്സുള്ള യൊരീച്ചി അവന്റെ ബ്രദർ മിച്ചിക്കാറ്റ്സുവിനെ കണ്ടുമുട്ടി, അതായത് അപ്പർ മൂൺ 1 കൊക്കുഷിബോ. യൊരീച്ചിയെ കണ്ട കൊക്കുഷിബോ ആവട്ടെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഡീമൺ സ്ലെയർ മാർക്കുള്ള ആൾ 25 വയസ്സാകുമ്പോൾ മരിച്ചു പോകും. പക്ഷെ യൊരീച്ചിക്ക് ഇപ്പൊ 80 വയസ്സാണ്, അവൻ ഇതുവരെ മരിച്ചിട്ടില്ല. ഇങ്ങനെ യൊരീച്ചി എന്തുകൊണ്ട് മരിച്ചിട്ടില്ല എന്ന് കൊക്കുഷിബോ ആലോചിച്ച് നിൽക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന യൊരീച്ചി തന്റെ ബ്രദർ ഒരു ഡീമൺ ആയിട്ട് മാറിയത് കണ്ട് കരഞ്ഞുപോയി. എന്നാൽ യൊരീച്ചി അവന്റെ കടമ ചെയ്യണം, ഡീമൺസിനെ കണ്ട കൊല്ലണം. അതുകൊണ്ട് കൊക്കുഷിബോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ യൊരീച്ചിയുടെ അപ്പം ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സും ഉണ്ട്, ആ ഒരു പ്രസൻസും ഉണ്ട്. കൊക്കുഷിബോയുടെ ഷോൾഡറിൽ ഒരു പാറക്കല്ല് എടുത്തു വെച്ചതുപോലെ അവന് തോന്നി. ശേഷം അടുത്ത സെക്കൻഡിൽ തന്നെ യൊരീച്ചി കൊക്കുഷിബോയുടെ കഴുത്തും വെട്ടി. അപ്പൊ വെട്ടുകിട്ടിയ കൊക്കുഷിബോ ആവട്ടെ, നീ എന്താടാ ഇങ്ങനെ, ഡീമൺ സ്ലെയർ മാർക്ക് വന്നിട്ട് പോലും നീ മരിച്ചിട്ടില്ല, അതുപോലെ നിന്റെ പവർ ഇത്രയായിട്ടും കുറഞ്ഞിട്ടുമില്ല, നിന്റെ ചെറുപ്പത്തിൽ നീ എങ്ങനെയായിരുന്നോ അതുപോലെയാണിപ്പോ. പണ്ട് നിന്നോട് തോന്നിയിരുന്ന ദേഷ്യം, വെറുപ്പ്, അതൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. നീ മരിച്ചാൽ മാത്രമേ അതിന്റെ അകത്ത് നിന്ന് പോവുള്ളൂ. ഇത്രയും ആയിട്ടും നിന്റെ പവർ ഇതുവരെ കുറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നിങ്ങനെ ചിന്തിക്കുന്ന കൊക്കുഷിബോ യൊരീച്ചിയുടെ അടുത്ത അറ്റാക്കിൽ അവൻ മരിക്കും എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ യൊരീച്ചി അടുത്ത അറ്റാക്ക് ചെയ്യുന്നില്ല. ഇത്രയും നേരമായിട്ട് യൊരീച്ചി അനങ്ങുന്നില്ല. കാരണം യൊരീച്ചി ഈ ഫൈറ്റിന്റെ ഇടയിൽ വയസ്സായിട്ട് മരിച്ചു, ഒരു നാച്ചുറൽ ഡെത്ത്. ഇത്രയും വർഷമായിട്ടും ഇത്രയും പ്രായമായിട്ട് പോലും ആരെ കൊണ്ടും യൊരീച്ചിയെ ഒന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ല. എന്തിന്, മൂസാൻ വരെ പേടിച്ച് വിറച്ചോടി. ഇപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് യൊരീച്ചിയോട് ദേഷ്യം വരുന്ന കൊക്കുഷിബോ ഓൾറെഡി മരിച്ചു നിൽക്കുന്ന അവന്റെ ബ്രദറിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. അപ്പൊ യൊരീച്ചിയുടെ ദേഹത്ത് നിന്ന് പണ്ട് 70 വർഷങ്ങൾക്ക് മുമ്പ് മിച്ചിക്കാറ്റ്സു യൊരീച്ചിക്ക് കൊടുത്ത ഫ്ലൂട്ട് അതും കട്ടായിട്ട് താഴെ വീണു. അത് കണ്ട കൊക്കുഷിബോ കരഞ്ഞുപോയി. എത്രയൊക്കെ കൊക്കുഷിബോ യൊരീച്ചിയെ വെറുത്താലും യൊരീച്ചിയുടെ മനസ്സിൽ അവന്റെ ബ്രദർ മിച്ചിക്കാറ്റ്സുവിന് എപ്പോഴും ഒരു സ്ഥാനമുണ്ട്. അതിനുവേണ്ടിയാണ് യൊരീച്ചി ഇത്രയും കാലം ആ ഫ്ലൂട്ട് എടുത്തു വെച്ചത്, ഒരു റെസ്പെക്ട് പോലെ. കൊക്കുഷിബോ ഡീമൺ ആയതിനു ശേഷം എല്ലാവരുടെയും മുഖം മറന്നുപോയി. അവന്റെ ഭാര്യയുടെ, കുട്ടികളുടെ, അച്ഛന്റെ, അമ്മയുടെ എല്ലാവരുടെയും മുഖം മറന്നുപോയി. പക്ഷെ യൊരീച്ചിയുടെ മുഖം മാത്രം എപ്പോഴും കൊക്കുഷിബോയുടെ മനസ്സിലുണ്ട്. അത് മാത്രം മാഞ്ഞു പോയില്ല, അത് അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവസാനം എല്ലാവരും ചേർന്ന് കൊക്കുഷിബോയെ കൊന്നതിന് ശേഷമാണ് കൊക്കുഷിബോയുടെ മനസ്സിന്റെ അകത്ത് നിന്ന് യൊരീച്ചി മാഞ്ഞു പോയത്. അതുവരെ യൊരീച്ചി എന്ന ആൾ കൊക്കുഷിബോയുടെ മനസ്സിലൊരു വേദനയായിട്ടുണ്ടായിരുന്നു, ഒരു വെറുപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കൊക്കുഷിബോ ഇല്ലാതായതോടെ അവസാനിച്ചു. ഇങ്ങനെ കൊക്കുഷിബോയുടെ ഈ ഒരു വേദന നിറഞ്ഞ പാസ്റ്റ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. സോ നമ്മൾ യൊരീച്ചി ബ്രീത്തിങ് സ്റ്റൈൽ ഉണ്ടാക്കിയ ആളുടെ ഒരു ലെജൻഡറി ഡീമൺ സ്ലെയറിന്റെ ബാക്ക് സ്റ്റോറി കണ്ടു. അയാളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാക്കിയുള്ള ഡീമൺ സ്ലെയർസ് ഒന്നുമല്ല. അതുകൊണ്ട് അവരൊക്കെ ഇനി എങ്ങനെ മൂസാനെ കൊല്ലുമെന്ന് നമുക്കറിയണം. നിങ്ങൾ ഓർക്കണം, യൊരീച്ചിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയ ചെറിയ ചെറിയ പീസ് വെച്ചിട്ടാണ് മൂസാൻ തിരിച്ച് റീജനറേറ്റ് ആയി ഉണ്ടായത്. ആ ഒരു പവർ കുറഞ്ഞ മൂസാനെയാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട് കൊല്ലാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി എല്ലാ ഡീമൺ സ്ലെയർസും ചേർന്ന് എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാണാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. 5K ലൈക്ക് ചലഞ്ചിലേക്ക് നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ യൊരീച്ചി ഓർ മിച്ചിക്കാറ്റ്സു ഇവരിൽ രണ്ടുപേരിലും ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ വേണമെന്നുള്ളവരും കമന്റ് ചെയ്യുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.